ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ നമുക്കൊന്ന് പെട്ടെന്ന് ഗ്രോത്ത് വെക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഭംഗിയിൽ കെട്ടി വെക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ പരിപാടിക്ക് ഇറങ്ങി തിരിക്കുന്നുണ്ടാവുക. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാവുക ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്, കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഇന്ന് ചെയ്ത് നാളത്തേക്ക് റിസൾട്ട് ഇടുന്നൊരു പരിപാടിയേ അല്ലത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്താ, ഹെയർ എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വെച്ച് നോക്കുക, അങ്ങനെ ഹെയർ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നുള്ള പരിപാടി. അപ്പം അതിൽ ഞാൻ വാങ്ങി ഉപയോഗിച്ച് നോക്കിയ ഒരു സാധനം, പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, ഉപയോഗിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പം ആ ഒരു വീഡിയോ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകണം. അപ്പം നിങ്ങളെല്ലാവരും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ ഓൺലൈനായിട്ട് ഈ ഹെയർ എക്സ്റ്റൻഷൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് വിഗ് അത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോയി വാങ്ങിക്കുക, വെറുതെ ക്യാഷ് കളയണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പം അതിന് മുന്നേ നമ്മളൊരു ചാനലിലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പോൾ നമ്മളൊരു ചാനൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നോട് കുറച്ച് കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കുന്നൊരു പരിപാടി ഉണ്ട്, അത് അങ്ങനെയാണ്, ഇടയ്ക്കൊക്കെ വന്നു പോകും, ഇപ്പോൾ ക്ഷമിച്ചേക്കുക. മീൻസ് ഞാൻ ഗ്രാജുവലി അത് ഇങ്ങനെ മാറ്റിയെടുത്തോളാം. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് പറയുമ്പം അങ്ങനെ പറ്റി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വാങ്ങിച്ച സാധനം ഇതാണ് കേട്ടോ. ഒട്ടും മെച്ചമല്ലാത്തൊരു സാധനം. അത് എൻ്റെ ഹെയർ എവിടെ കിടക്കുന്നു, ഇത് എവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിനൊരു 400 സംതിങ് ആയിട്ടാണ് ഓൺലൈനിൽ വാങ്ങിക്കാൻ ഉള്ള പ്രൈസ് കിടക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി തന്നെ അതൊന്ന് മീൻസ് എന്തെങ്കിലും ജടയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി എടുക്കാവുന്ന ടാസ്ക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതിലെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ എത്ര ടൈമാണ് പോവാന്ന് പറയാം. നമുക്ക് ഈ നമ്മളെ തന്നെയാണ് നല്ലതെന്ന് തോന്നിപ്പോകുന്നൊരവസ്ഥ വരും ഇതിൽ. നമ്മൾ എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തായിട്ട് കുടുക്ക് പോലെയാവും. അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ നമ്മളെ ഈ കൈനെ കൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ അങ്ങ് പോരും. അപ്പം അതാ പറഞ്ഞത്, നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാം. അപ്പം ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹെയർ എക്സ്റ്റൻഷൻ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങിക്കില്ലേ, അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുമ്പം അവർ നമുക്ക് ഹെയറിന് മാച്ച് ചെയ്ത് എടുത്തു തരും. പക്ഷേ ഈ ഓൺലൈൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പം ഒരേപോലെ ഒരിക്കലും കിട്ടൂല. നമ്മളെ ഹെയർ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ അതിൽ അവർ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഏകദേശം കുഴപ്പമില്ല അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. നമ്മളെ ഹെയർ വേറെ കിടക്കും, അത് വേറെ തന്നെ കിടക്കും. അപ്പോൾ ആ രീതിയിലാണ് വരിക. പിന്നെ ഇതെന്താ വെച്ചാൽ, ഇപ്പം എൻ്റെത് വരുന്നത് നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലായി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വലിയൊരു അറിയില്ല, പക്ഷേ എൻ്റെ ഹെയർ കുറച്ചൊരു ഫ്രിസി ആയിട്ട് നിൽക്കുന്ന ഹെയർ ആയതിനെ കൊണ്ട് തന്നെ ഇത് ഒരിക്കലും എൻ്റെ ഹെയർ ആയിട്ട് മാച്ച് ആവില്ല. ഇത് ഇവിടേക്കൊക്കെ വരുമ്പോൾ തനി കേളി ഹെയറിൻ്റെ സ്റ്റൈലാണ് അത്. പക്ഷേ കേളി ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിലി ടൈപ്പ് ഒരു കേളി ഹെയർ ഇല്ലേ, അങ്ങനത്തെ ഒരു ഹെയറിൻ്റെ ടെക്സ്ചറാണ് ഈ താഴേക്ക് വരുന്നതൊക്കെ. ഇത് ഞാൻ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ട് കഴുകി മീൻസ് ഉണങ്ങിയെടുക്കാൻ തന്നെ ഒരു ടൈം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കോംബ് ചെയ്തിട്ടാണ് ഇവിടെയെങ്കിലും ഇത്രയും ഒരു ലെവലിലേക്ക് ആയി കിട്ടിയത്. ഇങ്ങനെ ഒട്ടി കിടക്കുന്നൊരു ടൈപ്പ് വരുന്നു ഈ ഹെയർ. അപ്പം പിന്നെ അത് ഞാൻ ഉപയോഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്ന് വെച്ചാൽ, ഞാൻ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അതൊക്കെ ഞാൻ കോംബ് ചെയ്തിട്ട് പറ്റുമായിരിക്കും, വെച്ചൊക്കെ ആയിരിക്കും, തലേന്ന് ഭയങ്കര പ്രതീക്ഷകളൊക്കെ ചെയ്തു വെക്കും. ബട്ട് ഇത് വെക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹെയറും ഈ ഒരു ഹെയറും ഒരേപോലെ ഉള്ളതല്ല. പിന്നെ നമുക്ക് പിന്നെ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ, ഇവിടെ നമ്മളിപ്പോൾ പറയുമ്പോൾ ഇവിടെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, പക്ഷെ ഇത് വെയിറ്റ് ഉണ്ട്. നമ്മൾ തിന്നായിട്ടുള്ള ഹെയർ ഒക്കെയാണ്, അതായത് നല്ല കട്ടിയുള്ള ഹെയർ ഉണ്ടാവില്ലേ, കാറ്റത്തൊന്നും പാറില്ല, അങ്ങനെയൊന്നും ഇപ്പോഴും ഞാൻ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ടത്, ഞാനത് ആലോചിച്ചെടുത്ത് പറയുന്നതിനെ കൊണ്ടാണ്. അപ്പം ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ താഴേക്ക് നോക്കിയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുറച്ചൊരു നമുക്ക് ക്ലിപ്പ് ചെയ്തെടുക്കുമ്പം ഇവിടെ കുറച്ച് വെയിറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാറ്റത്തൊന്നും പാറൂല, അല്ലെങ്കിൽ കറണ്ട് പോയി ഗൈസ്, വരെയായിരിക്കും ഈ വെളിച്ചത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് തന്നെ. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ തന്നെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക, കുറച്ച് കാര്യങ്ങളിലൂടെ പറയാനുള്ളൂ. ഇനിയിപ്പോൾ അതുവരെ ഞാൻ കാത്തു നിൽക്കണ്ടേന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ഒരു ക്ലിപ്പാണ് വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു ക്ലിപ്പ്, ഈ ഒരു ടൈപ്പ് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലിപ്പാണ് വരുന്നത്. ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മളെ ഹെയറിലായിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ അടിച്ചിട്ട് ഇങ്ങനെ കുടുക്കി കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കൊക്കെ അപ്ലൈ ചെയ്യില്ല, അതേപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക, ആ ഹെയർ ആയിട്ട് അമർത്തി കൊടുക്കുക. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കാറ്റത്ത് ആടൂല, കാറ്റത്ത് ഞാൻ എന്ത്
കളിച്ചാലും ഞാൻ അനങ്ങൂല എന്ന് പറഞ്ഞ ഹെയർ ഒക്കെ ഉണ്ടാവില്ല, നല്ല തിക്കായിട്ടുള്ള, അവർക്കൊന്നും ഇതൊന്നും വലിയ ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. അത് ഉള്ളിൽ അങ്ങ് പിടിച്ച് നിന്നോളും, സ്കാൽപ്പിൻ്റെ ആ ഒരു ഹെയർ ഒക്കെ ആയിട്ട് പിടിച്ച് നിന്നോളും. ബട്ട് അല്ല, ഞാൻ കാറ്റത്ത് ആടി വെളിയെന്ന് പറഞ്ഞ ഹെയർ ആണെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ നിൽക്കരുത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് പെയിൻ വരും. ഈ സ്കാൽപ്പിൽ ഇത് ഇങ്ങനെ പോയിട്ട് പ്രസ് ചെയ്തിട്ട് വെക്കുമ്പോൾ ഭയങ്കര പെയിൻ വരും. പിന്നെ അവിടുത്തെ മുടി പൊട്ടാൻ തുടങ്ങും. അതായത് നമുക്കത് ഇത്രയും വെയിറ്റുള്ളൊരു സാധനം അവിടെ ഹാങ് ചെയ്തിട്ട് വെക്കുകയാണ്, അവിടെ ക്ലിപ്പ് ചെയ്തിട്ട് ഫുൾ വെയിറ്റ് അവിടെ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും രീതിയിലൊക്കെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടാൻ തുടങ്ങുമ്പോൾ അത് വലിയാൻ തുടങ്ങും, അവിടെ നമ്മൾ ഈ ക്ലിപ്പ് ചെയ്ത് വെച്ച മുടി പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക, ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വാഷ് ചെയ്ത് കൊണ്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിപ്പെട്ട കാര്യമാണ്. സോ ഇവിടെ കുറച്ച് വെളിച്ചം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒന്നും വിചാരിക്കേണ്ട, നമുക്ക് കുറച്ച് ഭാഗം കൂടിയുള്ളൂ, അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചത്. പിന്നെ ഇനി എപ്പോഴാണ് കറണ്ട് വരിക എന്നുള്ളത് അറിയില്ല. സോ നമ്മളാരും പറയാൻ പറ്റില്ല, എന്താണെന്നും അറിയില്ലല്ലോ, ചിലപ്പോൾ മഴേൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആയിട്ടായിരിക്കും. അപ്പം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടല്ല, നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം ഇത് വാഷ് ചെയ്യുക. ഇത് നമ്മളെ ഹെയർ ടെക്സ്ചറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3. നിങ്ങൾ ആ ഒരു ടൈപ്പ് ഹെയർ അല്ല എന്നാണെങ്കിൽ നിങ്ങളൊരു 2-3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക വെച്ചാൽ ഷാമ്പൂ കണ്ടീഷണർ വെച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അപ്പോൾ എന്നിട്ട് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക. അതായത് നിങ്ങളെ ഹെയറിൻ്റെ ടെക്സ്ചറായിട്ട് ഏകദേശം മാച്ച് ചെയ്തിട്ട് വരുന്നുണ്ടോ നോക്കുക. ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു ദിവസം ഷാമ്പൂ ചെയ്തിട്ട് വെക്കുക. ഷാമ്പൂ ചെയ്തിട്ട് മാത്രം വെക്കുക കേട്ടോ, കണ്ടീഷണർ അപ്ലൈ ചെയ്യരുത്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഉണങ്ങിയതിന് ശേഷം നല്ലോണം കോംബ് ചെയ്ത് കൊടുക്കുക. കോംബ് ചെയ്ത് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതേ നമ്മളൊരു ഹെയർ ടെക്സ്ചറിലേക്ക് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടാണെങ്കിൽ വേറെ രീതിയിൽ കെട്ടാൻ പറ്റും. നമുക്കിത് അഴിച്ചിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിസിബിളായിട്ട് മനസ്സിലാവും അത് രണ്ടും വേറെയാണ്, ഇതൊന്ന് വേറെയും ഒന്ന് വേറെയാണെന്നുള്ളത് മനസ്സിലാവും, നമ്മളെ ഹെയറിൻ്റെ 2 ടെക്സ്ചർ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നിടുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പിന്നിടുവാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ പക്ഷേ ഇതേപോലെയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് രണ്ടും കണ്ടാൽ അങ്ങ് മനസ്സിലാവില്ല, കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ സ്ട്രെയിറ്റ് ഹെയറിലൊന്നും വലിയ വിഷയം ഉണ്ടാവില്ല, നിങ്ങൾക്കിത് ഏതാ നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ കേളി ഫ്രിസി ഡ്രൈ ആയിട്ടുള്ള ഹെയറിന്, അതായത് എൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഹെയർ ഉണ്ടാവുമല്ലോ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വാങ്ങി ഉപയോഗിക്കാന്നാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ ഹെയർ നോക്കിയിട്ട് ഉപയോഗിക്കാം. മീൻസ് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത്, നിങ്ങളെ ഭയങ്കര വെയിറ്റ് എടുത്തിട്ട് ചില ആളുകളുണ്ട് ഞാൻ വലിച്ചു കിട്ടുമ്പോൾ വേദന എന്നൊക്കെ പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് വലിച്ചു കിട്ടുമ്പോൾ വേദന ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊന്നും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കരുത്. ഇത് വെറുതെയാണ്, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് നല്ല വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എമൗണ്ട് വരുന്ന ഒരു 400 റേഞ്ചാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതായത് അതിയായ ആഗ്രഹമുണ്ട്, ഒന്ന് വെച്ച് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളാം. പിന്നെ ഈ വണ്ടിയിൽ ഹെൽമെറ്റൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തല പൊളരും. എന്താ കാര്യം വെച്ചാൽ ഇത് ക്ലിപ്പ് വെച്ച് ആ ഹെൽമെറ്റും കൂടി അങ്ങോട്ട് കുടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം ഇത് വെച്ച് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു 1 hour 2 hourലേക്കൊക്കെ ഉള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 2 hour ഒക്കെ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാം. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു വേദന തുടങ്ങാനുണ്ട്. അങ്ങനെ ഈ ഒരു പിടുത്തം നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു സംഭവം നമ്മൾ തലയിൽ വെച്ച് പിടിപ്പിച്ചാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വേദന വരും. പിന്നെ സ്കാൽപ്പ് വലിയാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഒരു ടൈം മുമ്പ് നിങ്ങൾക്ക് ഒരു വേദന വരാനുണ്ട്. അപ്പോൾ ഒരു 1 hour 2 hour ഒക്കെ നിങ്ങൾക്ക് മാക്സിമം പിടിച്ചേക്കാം. അതിൽ കൂടുതൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അത് ഊരി മാറ്റിയേക്കാൻ പറ്റില്ല. അത് 2 ഹെയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അത് മനസ്സിലാക്കാണ്ട് നിൽക്കാനാണല്ലോ നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ത്രൂ ഔട്ട് കുറേ ടൈം വെക്കരുത്, സ്കാൽപ്പ് വേദനയാവും, പിന്നെ പെയിന് വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെയിന് വരികയാണെങ്കിൽ കുറച്ച് നമ്മൾ എന്താ പറയുക ആവണക്കണ്ണ കാസ്റ്റർ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. പിന്നെ നമുക്ക് വീട്ടിൽ ഒരു മൂലക്കിടാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അതായത് സ്ട്രെയിറ്റ് ഹെയറിലൊന്നും വലിയ വിഷയമില്ല. കേളി ഫ്രിസി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു മൂലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പം ഈ വീഡിയോ എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് വാങ്ങി ഉപയോഗിച്ച് മൂലയ്ക്ക് കിടക്കുന്ന നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇത് ഞാൻ ചോദിച്ചത് എന്തിനാ ഈച്ചയെ വാങ്ങിയെന്നുള്ള, പക്ഷേ അത് നമ്മളൊരു ആഗ്രഹമല്ലേ ഒന്ന് വാങ്ങി നോക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ്. ഒരു ഉപകാരമല്ലാണ്ട് ഇപ്പോൾ വീട്ടിൽ കിടക്കേണ്ട അവസ്ഥയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.